ഇനിയും ഭാഗ്യവതികളായ ഉമ്മമാരുണ്ടാകണം. എന്നിട്ട് ഞാൻ ഈയിടെ ISMന്റെ 2 കൊല്ലപ്പുറം, ഞാൻ 3 കൊല്ലപ്പുറം ISMന്റെ ഒരു സമ്മേളനത്തിൽ വയനാട്ടിൽ പ്രസംഗിക്കാൻ പോയി. മുട്ടിൽ അവിടെ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും 2 വ്യത്യസ്ത സീറ്റ് അറേഞ്ച്മെന്റ്സിൽ ഇരിക്കുക. ഞാൻ ചോദിച്ചു, റസൂലിനെ പോലെ എൻ്റെ മകനാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും മാതാക്കൾ ഈ യോഗത്തിലുണ്ടോ? എന്നെ ഞെട്ടിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. 5ാമത്തെ കസേരയുടെ റോയിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, മാഷേ, ഞാൻ എൻ്റെ മോൻ റസൂലിനെ പോലെ ആകാൻ ദുആ ചെയ്യാണ്. നിങ്ങൾ ആരെയും ചെയ്യാറുണ്ടോ? നിങ്ങൾ വിചാരം റസൂലിനെ പോലെ ആണെന്നാ? 16-18 വയസ്സാകുമ്പോഴേക്ക് പാസ്പോർട്ട് എടുത്ത് പറഞ്ഞേക്കണമെന്നല്ലേ? ആരൊക്കെങ്കിലും ഉണ്ടോ റസൂലിന്റെ ഒരു അംശം എന്റെ മോനിൽ അള്ളാഹുവെ നിക്ഷേപിക്കണം എന്നൊരു പ്രാർത്ഥന? റസൂലിനെ അംഗീകരിക്കുക, റസൂലിനെ ആദരിക്കുക, റസൂലിനെ ബലപ്പെടുത്തുക, റസൂലിനെ ജീവിതത്തിൽ അനുസരിക്കുക. അവനാണ് മുഹസിൻ, അവളാണ് മുഹസിന. ആർക്കെങ്കിലും ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് ഞാനൊരു മുഹസിനാണ്, ഞാനൊരു മുഹസിനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? വാക്കും പ്രവൃത്തിയും തെറ്റിപ്പോകാതിരിക്കാൻ അവസാനമായി കൽപ്പന ഇറക്കിയത് ഖുർആനാണ്. ഞാൻ നേരം പോലെ അങ്ങോട്ട് വരാം. പിന്നീടുള്ളത് ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ ആലോചിക്ക്, അങ്ങനെ ഒരു മഹാചരിത്ര പുരുഷനുണ്ടായിട്ടുണ്ടോ ലോകത്ത്? നിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള അകൽച്ച വെറും 600 കൊല്ലത്തിന്റെ തന്നെ ഉള്ളൂ. യേശു തമ്പുരാൻ ദൈവപുത്രനാണെന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ഈസാ നബി ആ നബി പരമ്പരയിലാണ് നിങ്ങൾ അംഗീകരിക്കുന്നു. എബ്രഹാമിനെ ഇബ്രാഹിമിനെ അംഗീകരിക്കുന്നു. ഒരു വ്യത്യാസവുമില്ല. ഈ ഒരിടത്ത് നിങ്ങൾ യോജിക്കുന്നില്ല. യേശു തമ്പുരാൻ അന്യന്റെ ലോകത്തിന്റെ സമസ്ത ലോകത്തിന്റെയും പാപക്കറ കഴുകിക്കളയാൻ സ്വജീവിതം ബലി അർപ്പിച്ച ധീരനായ അങ്ങനെ ഒരാളുണ്ടോ ചരിത്രത്തിൽ, ഇതിഹാസത്തിൽ? ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ഇന്ന് വന്നിട്ട് ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും മുഹമ്മദിൻ സ്ഥൈര്യവും അതൊക്കെ വള്ളത്തോൾ ഒരാളിൽ കണ്ടത് ഗാന്ധിയിലാണ്. അത് ഞാൻ പറയാൻ കാരണം ക്രിസ്തുദേവന്റെ പരിത്യാഗശീലം. അങ്ങനെ അതിന് വേറൊരു ഉദാഹരണം ഇല്ല ലോകത്ത്. അന്യനു വേണ്ടി ലോകത്തിന്റെ പാപം. നമ്മളിപ്പോ ഒരു ജാമ്യം നിൽക്കുവോ? ഒരടുത്ത സ്നേഹിതൻ ചോദിച്ചാൽ പേടിച്ചിട്ട് ബാങ്കിൽ ഒരു ജാമ്യം നിൽക്കുവോ? ഇയാൾ വീടിയിലെ ഞാൻ വീടണ്ടേ എന്ന് വിചാരിക്കുന്നതല്ലേ നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നത്? യേശുദേവൻ ജീവിതം സമർപ്പിച്ചതാണ് ലോകക്ഷേമത്തിന് വേണ്ടി. അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല ചരിത്രത്തിലില്ല, ഇതിഹാസത്തിലില്ല. ആ യേശുവിന്റെ പിന്മുറക്കാരാണ് ക്രിസ്ത്യാനികൾ. തിന്മയ്ക്കെതിരെ അവരോട് പറഞ്ഞ വാചകം കൊറിന്ത്യർക്കുള്ള ലേഖനത്തിലാണ്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, ചെയ്യാമെന്ന് പറഞ്ഞതൊക്കെ ചെയ്യുക, അതാണ് ആത്മാവിന്റെ മാർഗം. ചെയ്യരുത് എന്ന് വിലക്കിയത് ചെയ്യരുത്, അത് ശരീരജന്യമായ പ്രലോഭനങ്ങളുടെ മാർഗമാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിധിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതും. കുറെ കൂടി അപ്പുറം പോകുമ്പോൾ 4000 കൊല്ലം അപ്പുറം ഈ ലോകം വിശ്വാസികൾക്ക് കാണാൻ കഴിഞ്ഞ പൂർണ്ണ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. ഇതെന്തിന് ഞാൻ പറയുന്നറിയുമോ? നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്നത് നടക്കുകയുള്ളൂ. ഇപ്പൊ തന്നെ മദ്യനിരോധനം മുസ്ലിം ലീഗ് പറഞ്ഞു അപ്പോഴേക്ക് എന്റെ ജാതി നേതാവ് സുകുമാരൻ നായർ, ഞാൻ നായരാന്ന് പറയാൻ മാത്രം പറഞ്ഞതാണ്, എന്റെ നേതാവല്ല സുകുമാരൻ നായർ, എന്റെ നേതാവ് ഗാന്ധി മാത്രമാണ്. അതുപോലെ കള്ള് കച്ചവടക്കാരനായ വെള്ളാപ്പള്ളി നടേശൻ ഒരു മുന്നണിയായി ലീഗിനെ കോർണർ ചെയ്യുക. ലീഗ് പറഞ്ഞത് മുസ്ലിം ലീഗ് പറയുന്ന അല്ലത്, അത് ആദ്യം പറഞ്ഞത് ശ്രീനാരായണനും ഗാന്ധിയാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് SNDP അത് ഏറ്റെടുക്കല്ലേ? ലീഗിനെ ആക്ഷേപിച്ചുകൊണ്ട് മദ്യനിരോധനത്തെ തകർക്കാൻ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരു മുന്നണിയായി. അവരുടെ പ്രശ്നം മദ്യം നിരോധിച്ചു പോകുമോ എന്നാ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം.
മദ്യം നിരോധിച്ചു പോയ വെള്ളാപ്പള്ളിക്ക് പിന്നെ എന്ത് പിടുത്തം കിട്ടാനോ? പറഞ്ഞു വെച്ചത് ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ അവതരിച്ചത് എന്തിനാണ്? കൃഷ്ണൻ അവതാര ഉദ്ദേശം അർജുനനോട് പറയുന്നുണ്ട്. അർജുന, ഞാൻ പിറന്നത് ധർമ്മം നിലനിർത്താനാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജമ്യഹം. എവിടെ എവിടെ ധർമ്മം നശിക്കുകയും അധർമ്മം വളരുകയും ചെയ്യുന്നുവോ അവിടെ ധർമ്മ സംരക്ഷണാർത്ഥായ സംഭവാമി യുഗേ യുഗേ ഞാൻ അവതരിക്കുന്ന അർജുന. എന്താ ധർമ്മം അധർമ്മം? നിങ്ങൾ ആരെങ്കിലും ഈ പദത്തെ ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ധർമ്മം കൊടുക്കുക എന്താ? സക്കാത്ത് കൊടുക്കൽ അതും അല്ല ധർമ്മം. ധർമ്മം എന്നുള്ള വാക്ക് ലോകത്തിന് സംഭാവന ചെയ്തത് ഭാരതമാണ്. എന്താണ് ധർമ്മം? ഒരു ചെടി, ഇവിടെയൊക്കെ വൃക്ഷങ്ങളുണ്ടല്ലോ, തെങ്ങിന്റെ വേരിന്റെ ധർമ്മം, തെങ്ങിന് ചെടിയുടെ വേരിന്റെ ധർമ്മം ആ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുക. വേരിന്റെ ധർമ്മം ഈ വൃക്ഷത്തിന് ആവശ്യമുള്ള വളം ദ്രവരൂപത്തിൽ വലിച്ചു കൊടുക്കുക. അപ്പൊ ഭാര്യയ്ക്കൊരു ധർമ്മമുണ്ട്, ഭർത്താവിനൊരു ധർമ്മമുണ്ട്, കച്ചവടക്കാരനൊരു ധർമ്മമുണ്ട്, ഡോക്ടർക്കും രോഗിക്കും ഡ്രൈവർക്കും എഞ്ചിനീയർക്കും എല്ലാ ജോലി ചെയ്യുന്നവനും ഒരു ധർമ്മമുണ്ട്. അവൻ ആ ധർമ്മം അനുഷ്ഠിച്ചിരിക്കണം. സ്വധർമ്മം നിഘനം ശ്രേയ പരധർമ്മം ഭയാവനം എന്നാ കൃഷ്ണൻ പറഞ്ഞത്. നിന്റെ ധർമ്മം എന്ത് വില കൊടുത്തും നീ അനുഷ്ഠിക്കണം, നിർവഹിക്കണം. അന്യന്റെ ധർമ്മം അത് ഏറ്റവും അപകടകരമാണ്. പരധർമ്മമല്ല നീ ചെയ്യേണ്ടത്, നിന്റെ ധർമ്മമാണ്. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ പഠിപ്പിച്ചു, അർജുന, ഈ ധർമ്മ നിർവഹണത്തിനാണ് ഞാൻ വന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നത്, വീടിനെ നിലനിർത്തുന്നത് മാതാപിതാക്കൾ, കുറച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം മക്കൾ, അവരുടെ മാതാപിതാക്കൾ. അങ്ങനെ മനുഷ്യ സമൂഹം പരസ്പരമുള്ള ധർമ്മം നിർവഹിക്കുമ്പോൾ സുഖകരമായ ഒരു സമൂഹം. ഇതിലെ ഓടുന്ന ബസ്, വാഹനം, അങ്ങോട്ട് പോകുന്ന ഡ്രൈവർക്ക് ഈ ധർമ്മം എന്താ? ഡ്രൈവറുടെ ധർമ്മം കയറിയ യാത്രക്കാരനെ അല്ലെങ്കിൽ ഏൽപ്പിച്ച ചരക്കിനെ ഉദ്ദിഷ്ട സ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കുക. അതിന് അയാളുടെ മര്യാദ എന്താ? ഇങ്ങോട്ട് പോകുന്ന ഡ്രൈവർ ഈ ഭാഗത്ത് കൂടെ പോകണം, അങ്ങോട്ട് പോകുന്ന ഡ്രൈവർ ആ ഭാഗത്ത് കൂടെ പോകണം. പോയ വാഹനം ഇടത്തുകൂടെ പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വാഹനം വലത്തുകൂടെ വന്നാൽ രണ്ടും കൂട്ടിമുട്ടില്ല. ഒരുത്തന്റെ ധർമ്മഭ്രംശം മതി ധർമ്മനിഷ്ഠനെ പോലും കഷ്ടത്തിലാക്കാൻ എന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ധർമ്മവിരുദ്ധരാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ ധർമ്മചിന്തയുള്ളവർക്ക് നിലനിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ. പറഞ്ഞു വന്നത് ഭഗവാന്റെ ധർമ്മോപദേശം. ധർമ്മം നിലനിൽക്കണമെങ്കിൽ ഒരു വ്യക്തി അവന്റെ ചിട്ടകൾ, അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചിരിക്കണം, അവന്റെ മര്യാദകൾ പാലിക്കണം. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കുമൊക്കെയുള്ള ധർമ്മത്തിനൊരു പൊതു സ്വഭാവമുണ്ട്. അങ്ങനെ പൊതു സ്വഭാവമുള്ള, അനശ്വരമായിരിക്കുന്ന, എല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന ധർമ്മമാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ധർമ്മചിന്തയുള്ളവർ. ധർമ്മചിന്തയ്ക്ക് വലിയ പ്രയാസമൊന്നുമില്ല, ധർമ്മത്തിന്റെ ധീരതയാണ് പ്രശ്നം. ഇത് ഞാൻ നിർവഹിക്കും, ഇത് ഞാൻ നിർവഹിക്കണം. അത് ഇവിടെ ഹിന്ദു നിർവഹിച്ചിരുന്നെങ്കിൽ, ക്രിസ്ത്യാനി നിർവഹിച്ചിരുന്നെങ്കിൽ, ഇസ്ലാം നിർവഹിച്ചിരുന്നെങ്കിൽ യാതൊരു ധർമ്മഗ്ലാനിയും ഇല്ലാതെ നാം ജീവിക്കുമായിരുന്നു. നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്ക്, ഞാനൊരു ഹിന്ദുവിന്റെ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ? ആത്മബന്ധുക്കളെ, ഞാൻ ഈ പറഞ്ഞ 31 കൊല്ലമായി ഞാൻ ഈ വേദി, ആത്മബന്ധുക്കളെ എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചതിന്റെ അർത്ഥം മനസ്സിലായോ? മറ്റു പലരും സ്നേഹിതരെ, സഹോദരന്മാരെ, വിശ്വാസികളെ, സഖാക്കളെ എന്നൊക്കെയല്ലേ വിളിക്കുക. ഞാൻ വിളിക്കുക ആത്മബന്ധുക്കളെ എന്നാണ്. ഞാനും നിങ്ങളും ആത്മാവിൽ ബന്ധുക്കളാണ്. സമ്മതിക്കാമോ? എന്റെ 20 തലമുറ അപ്പുറമുള്ള വല്യമ്മയുടെ അനിയത്തിയോ ജ്യേഷ്ഠത്തിയായിരുന്നു ഇസാബിൻ അബ്ദുൽ കരീമിന്റെ 20 തലമുറ അപ്പുറമുള്ള വല്യമ്മ. അഭിപ്രായ വ്യത്യാസമുണ്ടോ?
മാലിക് ദീനാർ കേരളത്തിലേക്ക് മതപ്രചരണത്തിന് വന്നപ്പോൾ ഒരൊറ്റ മുസ്ലിം പെണ്ണിനെയും കൊണ്ടുവന്നിരുന്നില്ല. പിന്നെ എങ്ങനെ ഇവിടെ മാപ്പിളമാരുണ്ടായി? അന്ന് 20 തലമുറ അപ്പുറമുള്ള എന്റെ വലിയമ്മയുടെ ഏടിത്തിയോ അനിയത്തിയോ മാലിക് ദീനാറിന്റെ പരമ്പരയിലുള്ള ആളുകളുടെ ഭാര്യ ആയി. അങ്ങനെയാണ് ഇശാബിന് ഞാനും ഏടിത്തി അനിയത്തി അമ്മ മക്കളാണ്. അതാണ് ഞങ്ങളുടെ ബന്ധം. എളുപ്പത്തിൽ മനസ്സിലാകുമല്ലോ. ഏതൊരു മുസ്ലിം പെണ്ണിലും ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ കുഞ്ഞുണ്ടാകും. ഏതൊരു ഹിന്ദു പെണ്ണിലും ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ കുഞ്ഞുണ്ടാകും. ഏതൊരു ക്രിസ്ത്യൻ പെണ്ണിനും ഹിന്ദുവിനോ മുസ്ലിമിനോ കുഞ്ഞുണ്ടാകും. ദൈവത്തിന്റെ സൃഷ്ടിയിലും ദൃഷ്ടിയിലും ഒരു ഭേദവുമില്ല. അത് ലോകത്തോട് ഉറക്കെ പറഞ്ഞ ശ്രീനാരായണന്റെ ആളുകളുണ്ട് ഈ ചള്ളിയിൽ പ്രദേശത്ത്. ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് ആ മഹിതമായ വേദാന്തം ലോകത്തെത്തിയത്. ഞാൻ നിങ്ങളെ ആത്മബന്ധുക്കളെ എന്ന് വിളിച്ചത് അന്ന് അള്ളാഹു സൃഷ്ടിച്ച ആദവും ഹവ്വയും എങ്ങനെ ചിരിച്ചു, അവരെങ്ങനെ കരഞ്ഞു, അവർക്കെങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായി, അവരെങ്ങനെ ആഹരിച്ചു, അവരെങ്ങനെ വിശ്രമിച്ചു, അവരെങ്ങനെ മരിച്ചു. അതുപോലെയാണ് നമ്മളിപ്പോഴും. അന്ന് ആദവും ഹവ്വയും ചിരിച്ച പോലെയായി ഇന്ന് ഞാനും എന്റെ ഭാര്യയും ചിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അരിശം പിടിച്ചോ, അതുപോലെയാ ഞാനും എന്റെ ഭാര്യയും. അതുപോലുള്ള ശരീര ജീവിത ജൈവ ശാസ്ത്രമാണ് ഇന്നും നമ്മൾ പ്രവർത്തിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ, വിശ്വാസപരമായി പറഞ്ഞാൽ, പാരമ്പര്യപരമായി പറഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ല. നമ്മളെല്ലാവരും ഒരു സമുദ്രത്തിലെ ജലബിന്ദുക്കൾ പോലെ. മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാൻ, വേഗം മനസ്സിലാകാൻ ഞാനൊരു ഉദ്ധരണി പറയാം. കാനന്നാസുമ്മത്തും വാഹിദ. നിങ്ങൾ കേട്ടതല്ലേ? നാം എല്ലാവരും ഒരു സമുദ്ര ജലബിന്ദുക്കൾ പോലെ ഒന്നാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ഒരു യോനി, ഒരേ ജനനേന്ദ്രിയം, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന് പറഞ്ഞ ശ്രീനാരായണന്റെ വിശ്വാസികൾ ഏറെയുള്ള പ്രദേശമല്ലേ ഇത്?